DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാസം 3000 രൂപ വീതം കേന്ദ്ര സർക്കാർ പെൻഷനായി നൽകുന്ന പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ പെൻഷൻ തുക എല്ലാ മാസവും എത്തിച്ചേരും. ഒരു വീട്ടിലെ ഒന്നിലധികം ആളുകൾക്കും ഈ സഹായം ലഭിക്കും. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സർക്കാർ സർവീസുകളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലിയില്ലാത്തവർക്ക് വാർദ്ധക്യകാലത്തെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രംയോഗി മൻധൻ യോജന അഥവാ PMSYM എന്ന പെൻഷൻ പദ്ധതി. ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും 3000 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന വലിയൊരു ക്ഷേമ പദ്ധതിയാണിത്. പ്രതിമാസ വരുമാനം 20,000 രൂപയിൽ താഴെ നിൽക്കുന്ന 18നും 40നും ഇടയിൽ പ്രായമുള്ള അസംഘടിത തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ പദ്ധതി. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. പ്രധാനമായും റിക്ഷ വലിക്കുന്നവർ, ചുമട്ടുതൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ, ഡ്രൈവർമാർ, വഴിയോര കച്ചവടക്കാർ, സ്വയം തൊഴിൽ, വീട്ടുജോലി, കൃഷിപ്പണി, ചുമട്ടുതൊഴിലാളികൾ എന്നിങ്ങനെ സമാനമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് പദ്ധതിയിൽ അപേക്ഷിക്കാം. ആദായനികുതി അടക്കുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കുവാൻ സാധിക്കില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിലുള്ളവർക്കെല്ലാം മാസം 3000 രൂപ വീതം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പദ്ധതിയിൽ ചേരുന്നതിന് അധികം നിബന്ധനകളൊന്നും തന്നെ ഇല്ല. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ അംഗത്വം എടുക്കാം. അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ വഴി പദ്ധതിയിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ആധാർ കാർഡ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പർ എന്നിവയാണ് പദ്ധതിയിൽ അംഗമാകാൻ പ്രധാനമായും വേണ്ടത്. 18നും 40നും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാരായ അസംഘടിതരായ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പെൻഷനാണ് ഈ പദ്ധതി. APL BPL വ്യത്യാസമില്ലാതെ തന്നെ പദ്ധതിയിൽ ചേരാം. മാസവരുമാനം 20,000 രൂപയൊക്കെ ലഭിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. NPS പെൻഷൻ പദ്ധതി, EPFO, ESIC തുടങ്ങിയവയിലൊന്നും അംഗമല്ലാത്ത ആളുകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. തൊഴിലാളികൾ പദ്ധതിയിൽ ചേരുന്ന അവരുടെ പ്രവേശന പ്രായം അനുസരിച്ച് പ്രതിമാസം 55 രൂപ മുതൽ 200 രൂപ വരെ അംശാദായം അടക്കണം. അതിനൊപ്പം കേന്ദ്ര സർക്കാരും തുല്യമായ തുക നിക്ഷേപിക്കുന്നതാണ്. അങ്ങനെയാണ് പദ്ധതിക്ക് ആവശ്യമായ തുക ലഭിക്കുന്നത്. അതായത് ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതി ആയതിനാൽ തന്നെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് തുല്യമായ വിഹിതം കേന്ദ്ര സർക്കാരും നിങ്ങൾക്കായി നിക്ഷേപിക്കും. 18 വയസ്സിലാണ് നിങ്ങൾ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ 55 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. 29ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 100 രൂപയെ അടക്കണം. ഇനി 40 വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ മാസം 200 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതിനനുസരിച്ച് കേന്ദ്ര സർക്കാരും 200 രൂപ നിങ്ങളുടെ പേരിൽ നിക്ഷേപിക്കും. അത്തരത്തിൽ നിങ്ങൾ പദ്ധതിയിൽ ചേരുന്ന പ്രായത്തിനനുസരിച്ച് നിങ്ങൾ അടയ്ക്കേണ്ട അംശാദായത്തിൽ വ്യത്യാസമുണ്ടാകും. ഇത്തരത്തിൽ 60 വയസ്സിന് ശേഷം പെൻഷനായി പ്രതിമാസം 3000 രൂപ എല്ലാവർക്കും അക്കൗണ്ടിലേക്ക് ലഭിക്കും. തുക അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ ജീവിത പങ്കാളിക്ക് പദ്ധതി തുടർന്ന് കൊണ്ടുപോകാം. 10 വർഷത്തിനകം പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നുണ്ടെങ്കിലും അവസരമുണ്ട്. നിങ്ങളടച്ച തുകയും തിരികെ ലഭിക്കും. 10 വർഷത്തിന് ശേഷമാണ് പിൻവാങ്ങുന്നതെങ്കിൽ ഒരു ബാങ്ക് പലിശ നിരക്ക് കൂടി ഇതിൻ്റെ ഭാഗമായി ലഭിക്കും. ഈ പദ്ധതിയിൽ ചേർന്നതിന് ശേഷം ആദ്യത്തെ അംശാദായ തുക നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഡെബിറ്റ് വഴി ഓരോ മാസത്തിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പദ്ധതിയിലേക്കുള്ള പ്രതിമാസ തുക നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. പദ്ധതിയിൽ അംഗമാകുവാൻ നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്റർ സന്ദർശിച്ചാൽ മതി. കേന്ദ്ര സർക്കാർ LICയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2025 കേന്ദ്ര ബജറ്റിലും PMSYM ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ പ്രധാനമന്ത്രി ശ്രംയോഗി മൻധൻ യോജന പദ്ധതിക്കുള്ള ബജറ്റ് വിഹിതത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ PMSYM പദ്ധതിക്ക് വേണ്ടി 244.02 കോടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് മുൻവർഷത്തെ വിഹിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ 37% വർദ്ധിച്ചിട്ടുള്ളത്. പദ്ധതിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ സന്ദർശിക്കുക. പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.